ഹായ്, എല്ലാവർക്കും മലയാളി വില്ലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നലെ വീഡിയോ ആയിട്ട് വരണമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് സാധിച്ചില്ല. വീഡിയോയുടെ ഇടയിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനാണ്. അവൻ ഞങ്ങളിൽ നിന്നും വേർപെട്ടിട്ട് സെപ്റ്റംബർ 13-ാം തീയതി വരുമ്പോഴത്തേക്കും 4 മാസം തികയാണ്. ഇന്നലെ അവൻ്റെ ജന്മദിനമായിരുന്നു. എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിനല്ലേ ഇപ്പം നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളിലൊരുവനായിട്ട് എൻ്റെ കയ്യിൽ കൂടിയിട്ട് ഒരുപാട് വളർന്നു വന്നതാണ്. എൻ്റെ മക്കളിലൊരുവനായിട്ട് തന്നെയാണ് അവനും. 24 മണിക്കൂറും നേരിട്ട് കാണുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അപ്പോൾ എല്ലാവരും ഏത് സമയവും നമുക്ക് ഒരുമിച്ച് കാണാനും, ഒരു വിശേഷം വന്നാലും ആഘോഷം വന്നാലും വീട്ടിൽ എന്താവശ്യം വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെ, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എപ്പോഴും അവനുണ്ടാവും. ഏത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിപ്പുറത്താണ്. ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നു എന്നല്ല, ഞങ്ങളിൽ ഒരുവനായി ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും പ്രയാസം തന്നെയാണ്. ഒരു ദിവസം പോലും അവനെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഓർമ്മ നിൽക്കുന്ന സമയത്തോടും ഈ ഓർമ്മ ഞങ്ങളിൽ നിന്നും മരിച്ചു പോകുന്നത് വരേക്കും അവനെപ്പറ്റിയുള്ള ഓർമ്മകളും ഞങ്ങളിലുണ്ടാവും. നമ്മുടെ മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും. അവനിപ്പം മുകളിലിരുന്ന് കാണുന്നുണ്ടാവും. അവൻ കത്തിജ്വലിക്ക് നിൽക്കുന്ന ഒരു നക്ഷത്രത്തിനെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് കാണുന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കും അവനെ സ്നേഹിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും അവന് പ്രിയപ്പെട്ടവരെയും എല്ലാവരും അവനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അവനറിയാം അവൻ്റെ ചേട്ടന്മാരെയും അനിയന്മാരെയും ചേച്ചിമാരെയും അമ്മയെയും ബാക്കിയുള്ളവരെയൊന്നും ഉപേക്ഷിച്ചവൻ പോയെങ്കിലും നമുക്കൊക്കെ ഇപ്പോഴും അത് ഞങ്ങളുടെയൊക്കെ നടുവിൽ അവനിപ്പോഴും ഇരുന്ന് വർത്തമാനം പറയുന്നതായിട്ടും ഞങ്ങളുടെ നടുവിലിരിക്കുന്നതായിട്ടും ഞങ്ങളോട് ചിരിക്കുന്നതായിട്ടും കളിക്കുന്നതായിട്ടും തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അവനെന്ന ഒരാളില്ല എന്നുള്ള വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചുപോയ ഒരാളെക്കുറിച്ചിട്ട് നമ്മൾ അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുകയും ആഴത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മരിച്ചത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. നമുക്കിഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാർ, ഇത് പ്രായമായിട്ടുള്ളതൊന്നും അല്ലല്ലോ, ഇത് പ്രായമില്ലാത്ത ചെറുപ്പത്തിൽ 19 വയസ്സാണുള്ളൂ അവൻ പോകുമ്പോഴത്തേക്കും. 19 വയസ്സെന്ന് പറയുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ പ്രതീക്ഷകളെല്ലാം നിലനിന്നു കൊണ്ടിട്ടാണ് അവൻ നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും അവൻ്റെ സങ്കടം തീർക്കാൻ പറ്റാത്ത നികത്താൻ പറ്റാത്ത ഒരു കടമായിട്ട് ഇങ്ങനെ നിൽക്കണേണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് ഇങ്ങനെ മുക്തിയായിട്ടില്ല. പ്രത്യേകിച്ചും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും. നമ്മൾ ഡെയിലി ഇങ്ങനെ പുറത്ത് പോവുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൊക്കെ മുഴുകിപ്പെടും. പക്ഷെ ആ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവൻ്റേതായിട്ടുള്ള വസ്തുക്കൾ, അവനിഷ്ടപ്പെടുന്ന ഓരോരോ കാര്യങ്ങൾ, അവൻ ആഗ്രഹിച്ച സാധനങ്ങൾ, അതൊക്കെ കാണുമ്പോഴും എടുക്കുമ്പോഴും ആ ഒരു ചുറ്റുവട്ടവും ആ വീടും അന്തരീക്ഷത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ മാത്രമേ അതിൽ നിന്ന് നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ മരിച്ച ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് വാക്കുകളുണ്ടാവില്ല. അതെങ്ങനെയാണ് നമ്മൾ ആശ്വസിപ്പിക്കുക? എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? എങ്ങനെ ആശ്വസിപ്പിക്കും? ഏത് തരത്തിലാണ് ആശ്വസിപ്പിക്കുക? പോട്ടേന്നോ, പിന്നെ സാരമില്ലാന്നോ, കരയണ്ടെന്നോ, അല്ലെങ്കിൽ എങ്ങനെ, എനിക്കറിയാൻ പാടില്ല അതെങ്ങനെയാണ് ഓരോരുത്തരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വാക്കില്ല നിഘണ്ടുവിൽ. അത് നമ്മുടെ നഷ്ടം തന്നെയാണ്. നമുക്ക് തീരാത്തൊരു നഷ്ടം നമുക്ക് വരുത്തിയേക്കുന്നത്. അത് ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഓർമ്മകൾ മരിച്ചു പോകുന്നത് വരേക്കും നമ്മുടെ ഉള്ളിൽ കിടന്ന് നീറി ചാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ എൻ്റെ മൂത്ത മോൻ്റെ കുട്ടികളുടെ ജന്മദിനവും കൂടിയായിരുന്നു അവൻ ദൈവത്തിലേക്ക് പോയ ദിവസം. അതായത് മെയ് 13-ാം തീയതിയായിരുന്നു എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ. അന്നാണ് ഇവൻ നമ്മളിൽ നിന്ന് പോയത്. ആ ഒരു ദിവസം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ വലുതായി വരുന്തോറും ഇവൻ്റെ ഓർമ്മകളും നമ്മളിലേക്ക് ഉണ്ടാവും. അതിന് പുറമെ കുട്ടികൾ എത്ര തന്നെ വലുതായി പോയാലും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു അങ്കിളുണ്ടായിരുന്നു, നിങ്ങളെ ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും അത് പോകുന്നതല്ല, അത് പോവില്ല ഒരിക്കലും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമല്ല വലുത്, ഞങ്ങളിൽ നിന്ന് അവൻ്റെ അകന്ന് പോയതാണ് ഏറ്റവും വലിയ വിഷമം. എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടും പറ്റില്ലല്ലോ. അതും എന്ത് പറയുക,
വിഷമം നമുക്കുണ്ട്. വിഷമം നമ്മുടെ ഉള്ളിലുള്ള വിഷമം നമുക്ക് ആരെയും കാണിച്ചു കൊടുക്കാനോ ചെയ്തു തീർക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നത് കാരണം നമ്മളിങ്ങനെ പോകുന്നു എന്ന് മാത്രം. പക്ഷെ അതിൻ്റെ ഓർമ്മകളും മരിക്കാത്ത ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കിടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ എന്താ പറയുക, പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. ഓണമില്ല നമുക്ക്. അതിനേലും വലുതായിരുന്നു ഞങ്ങളുടെ നഷ്ടം പോയത്. അപ്പം അതല്ലല്ലോ വലുത്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ലേ ഏറ്റവും വലുതായിട്ടുള്ളത്. പ്രിയപ്പെട്ടത് തന്നെയാണത്. ആ പ്രിയപ്പെട്ടത് ഞങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് 4 മാസമാണ്. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ട് 4 മാസം. സെപ്റ്റംബർ 13-ാം തീയതി തികയാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ.